പൊന്നാനിയുടെ ഗതകാല ചരിത്രം പേറി നിലകൊണ്ട ചരിത്ര സ്മാരകമായ പാണ്ഡികശാലയെ സംരക്ഷിക്കാൻ പദ്ധതി ഒരുങ്ങുന്നതിന് പിന്നാലെ ഇന്നലെ രാത്രിയിൽ പാണ്ഡികശാലയുടെ ഒരു ഭാഗം പൊളിച്ചു നീക്കി. പാണ്ഡികശാലയുടെ ഒരു ഭാഗമാണ് പൊളിച്ചു നീക്കിയത്. ഉടമകളാണ് പൊളിച്ചു നീക്കിയത്. ഇതിന്റെ സംരക്ഷണത്തിന് നടപടിയെടുക്കാൻ ആർക്കിയോളജി ഇടപെട്ടതോടെയാണ് തിരക്കിട്ട് പൊളിച്ചു നീക്കിയത്. പാണ്ഡികശാലയിലെ മരങ്ങൾ സ്വകാര്യ വ്യക്തി നേരത്തെ വെട്ടിമുറിച്ചതോടെയാണ് പാണ്ഡികശാലയുടെ സംരക്ഷണത്തിനായി മുറവിളി ഉയർന്നത്. പൊന്നാനിയിലെ ചിരപുരാതനമായിട്ടുള്ള പൊന്നാനിയുടെ അടയാളമായ 600 വർഷം പഴക്കമുള്ള പാണ്ഡികശാല പൊന്നാനി നഗരസഭ ഏറ്റെടുത്ത് സംരക്ഷിക്കണം എന്നുള്ളതാണ് UDFിൻ്റെ അഭിപ്രായമായി പറയാനുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം, ഒരുപാട് സാധ്യതകളുള്ള ടൂറിസം സാധ്യതകളുള്ള ഒരു മണ്ണാണ് പൊന്നാനി. പ്രത്യേകിച്ച് 600 വർഷത്തോളം പഴക്കമുള്ള ഒരുപാട് ആളുകൾ കാണാൻ ആഗ്രഹിക്കുന്ന, പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഇടമായിട്ടുള്ള പാണ്ഡികശാല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി അതൊരു തകർച്ചയുടെ വക്കിൽ നിൽക്കുകയാണ്. ഇന്നലെ രാത്രി പോലും വലിയ രൂപത്തിലുള്ള JCB ഉപയോഗിച്ചുകൊണ്ട് അവിടെ പാണ്ഡികശാല തകർക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. അതൊരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലമാണ് എന്നുള്ളതൊക്കെയാണ് നഗരസഭ നിലവിൽ അത് പറയുന്നത്. പക്ഷേ അവിടെ നഗരസഭയുടെ നേതൃത്വത്തിൽ തന്നെ ഒരു വർഷം മുമ്പ് അവിടെ വൃത്തിയാക്കുന്നതിനും അതുപോലെ തന്നെ സംരക്ഷിക്കുന്നതിനും ആവശ്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തിരുന്നു. അങ്ങനെ സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ അത്തരം കാര്യങ്ങൾ ചെയ്യാൻ നഗരസഭയ്ക്ക് അധികാരമുണ്ടോ എന്നുള്ളതാണ് ആദ്യമായി ചോദിക്കാനുള്ളത്. എന്നാൽ ഒരു കാര്യം വളരെ കൃത്യമായി പറയാനുള്ളത്, ഇത്തരത്തിലുള്ള പുരാതനമായിട്ടുള്ള പൊന്നാനിയുടെ അടയാളങ്ങളെ, പൊന്നാനിയുടെ സ്തംഭങ്ങളെയൊക്കെ നശിപ്പിക്കുന്ന രൂപത്തിലേക്ക് പോകുമ്പോൾ അതിനൊരിക്കലും നഗരസഭ കൂട്ടുനിൽക്കരുത്. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള പാണ്ഡികശാല പോലെ 600 വർഷം പഴക്കമുള്ള പൊന്നാനിയുടെ ചിരകാലമായിട്ടുള്ള അടയാളങ്ങളെ, സ്തംഭങ്ങളെ നിർബന്ധമായും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം നഗരസഭയ്ക്കുണ്ട്. അത് നഗരസഭ നിർവഹിക്കണം. അവിടെ അതൊരു ഹെറിറ്റേജ് പ്ലേസ് ആക്കിക്കൊണ്ട് മാറ്റുന്നതിനുള്ള നടപടി ഉടൻ തന്നെ സ്വീകരിക്കാൻ നഗരസഭ തയ്യാറാകണമെന്നുള്ളതാണ് UDFിൻ്റെ അഭിപ്രായമായി പറയാനുള്ളത്. ഏകദേശം 600 വർഷത്തോളം പഴക്കം കണക്കാക്കുന്ന പാണ്ഡികശാല ചരിത്ര അവശേഷിപ്പെന്ന നിലയിൽ നിലനിർത്തുന്നതിനുള്ള പദ്ധതിക്കാണ് തുടക്കം കുറിക്കുന്നത്. ചരിത്ര പ്രാധാന്യത്തെക്കുറിച്ചും കാലപ്പഴക്കത്തെക്കുറിച്ചും പഠിക്കാനായി ഉന്നത സംഘം ഇവിടെ തുടർ പരിശോധന നടത്തുമെന്നും പറഞ്ഞിരുന്നു. പ്രാധാന്യം മനസ്സിലാക്കി പുരാവസ്തു വകുപ്പിന് തന്നെ പ്രദേശം ഏറ്റെടുക്കാൻ കഴിയുമായിരുന്നു. NCV ന്യൂസ്, പൊന്നാനി. നൂതൻ ഫാൻസി ഓർണമെന്റ്സും കോസ്മെറ്റിക് കളക്ഷൻ, ന്യൂ ബോൺ ബേബി ഐറ്റംസിന്റെ എക്സ്ക്ലൂസീവ് കൗണ്ടറുകളുമായി കൽപ്പക വെഡ്ഡിംഗ്സ് സജ്ജമായിരിക്കുന്നു. ഏവർക്കും സ്വാഗതം. കൽപ്പക വെഡ്ഡിംഗ്സ്, പട്ടാമ്പി റോഡ്, കുന്നംകുളം.